പ്രിയ കൂട്ടുകാരെ, ചേട്ടനും ചേച്ചിയുടെയും പുതിയ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് കല്യാണം തുടങ്ങിയ വിശേഷാൽ ഫംഗ്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും സ്വാദിഷ്ടവുമായ 100 കറികൾക്ക് സമാനമെന്ന് കരുതുന്ന ഇഞ്ചിക്കറി നമ്മൾ എങ്ങനെയാണ് കല്യാണ ഫംഗ്ഷനിൽ തയ്യാറാക്കുന്നത് എന്നതാണ്. നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഒറിജിനൽ പാചകപ്പരയിൽ വെച്ച് ഒറിജിനലായി കല്യാണത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന സമയത്ത് വീഡിയോ തന്നെയാണ്. അതിനാൽ ചില പോരായ്മകൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ വട്ടവും അത് മെച്ചപ്പെടുത്തി പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് 1 കിലോ ഇഞ്ചി കറി വെക്കുന്ന വീഡിയോ ആണ്. അതിനാൽ തന്നെ നമ്മൾ ചേർക്കുന്ന സ്വാദങ്ങളുടെ ക്വാണ്ടിറ്റി ഇപ്പോൾ പറയുന്നില്ല. നിങ്ങളുടെ ആവശ്യം നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള അളവ്, ഒരു പൊതുവായ ഒരു അളവ് അതിൽ ഇട്ട് തരുന്നതായിരിക്കും. ഇഞ്ചി നന്നായി കഴുകി എടുത്ത ശേഷം ഇതുപോലെ വൃത്തത്തിൽ അരിഞ്ഞെടുക്കണം. അരിയുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ഇഞ്ചിക്ക് ഒരേ തിക്നെസ് വരാൻ വളരെ ശ്രദ്ധിക്കണം. പല തിക്നെസ് ആയാൽ നമ്മളത് എണ്ണയിൽ വറക്കുന്ന സമയത്ത് അതിൻ്റെ മൂപ്പ് പല മൂപ്പായി വരാനും ഇഞ്ചിക്ക് അരുചി ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇഞ്ചി അരിയുമ്പോൾ ഒരേ തിക്നെസ് ഉണ്ടാകണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ, ഇഞ്ചി പരുവത്തിന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഉരുളിയിലേക്ക് ഇഞ്ചി ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഞ്ചി ആദ്യം വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർക്കാതെ ഇഞ്ചി ഇട്ട് അതിൻ്റെ പച്ചപ്പ് ജലാംശം വറ്റുന്നിടം വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇഞ്ചിയിലെ ജലാംശം മാറി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി മുങ്ങിക്കിടക്കാത്ത രീതിയിൽ, ഈ വീഡിയോ കാണുന്ന പോലെ ഇഞ്ചി മുങ്ങിക്കിടക്കാത്ത രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ സൗണ്ട് കേട്ടോ, ഈ സൗണ്ടാണ് ഇത് കോരുന്നതിന് മുമ്പുള്ള ഒരു ക്രിസ്മസ് സൗണ്ട്. ഈ സൗണ്ട് ആണ് ഇത് ഇഞ്ചി കോരാറായി എന്ന് നമ്മളെ അറിയിക്കുന്ന ഒരു സൗണ്ടാണ്. ഇതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ തേങ്ങയും വറക്കേണ്ടത്. ഈ ഇഞ്ചിയുടെയും തേങ്ങയുടെയും മൂപ്പ് ഒരേപോലെ ആകാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. തേങ്ങയും ഇതീ പറഞ്ഞ പോലെ തന്നെ പച്ചക്കിട്ട് വറുത്തെടുത്ത് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ച് വൃത്തിയാക്കി എടുക്കേണ്ടതാണ്. വറക്കുന്ന തേങ്ങയുടെയും ഇഞ്ചിയുടെയും കളർ ഇതേപോലെ റെഡിഷ് കളറായിരിക്കണം. ഈ റെഡിഷ് കളറിലാണ് നമ്മൾ ഇത് വറുത്ത് കോരി എടുക്കേണ്ടത്. വറുത്ത് കോരി എടുത്ത ശേഷം ഇത് നമുക്ക് അരച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അരയ്ക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, അരപ്പ് വരേണ്ടത് തേയിലയുടെ തരികൾ കിടക്കുന്ന പോലെ ഉള്ള രീതിയിൽ വേണം ഇത് അരച്ച് എടുക്കാൻ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കടുവറക്കലാണ്. നമുക്ക് കടുവറക്കാത്ത ഒരു ഫുഡും ഇല്ലല്ലോ. മലയാളിയുടെ ഏറ്റവും വലിയ കാര്യമാണ് കടുവറക്കുക എന്നുള്ളത്. അതിനായിട്ട് ഉരുളിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഇടുക. അത് ഒന്ന് സെറ്റായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞ് ചുവന്നുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം. മൂപ്പിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു റെഡിഷ് കളറ് ആകുന്നിടം വരെ നമ്മൾ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവയിട്ട് പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇളക്കണം, അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് പൊടികൾ. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് നമ്മൾ മുൻപ് വറുത്തരച്ച് മാറ്റിവെച്ച ഇഞ്ചിയാണ്. നമ്മൾ ഇതിലേക്ക് വാളൻപുളി നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. നമ്മളത് കാണിക്കാൻ വിട്ടുപോയാണ്. പറഞ്ഞല്ലോ, തുടക്കക്കാരൻ്റെതായ ചില പാളിച്ചകളാണ്, ക്ഷമിക്കുക. നമ്മളിത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതേപോലെ തീ മീഡിയം ഫ്ലെയിമിൽ ആയിരിക്കണം. ഈ സമയത്ത് നമ്മൾ തീയെ വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ സമയത്ത് പുകഞ്ഞു പോവുക, അടിക്ക് പിടിക്കുക, ഈ ഫുഡിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ഇവ രണ്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ തീയും ഇളക്കലും ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് ഉപ്പ്, പുളി എന്നിവ ചേർക്കണം. ഇത് ഏകദേശം ഒന്ന് കുറുക്കി വരുന്ന അവസ്ഥ വരെ നമ്മൾ ഇത് തുടർന്നുകൊണ്ടിരിക്കണം. കാരണം ഇത് അടുപ്പത്തിരുന്നത് ഇതേപോലെ ലോ ഫ്ലെയിമിൽ ഇരുന്ന് കുറുകി വറ്റി വരുമ്പോഴാണ് ആ ഇഞ്ചിയുടെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ ഇഞ്ചിക്കറി അടുപ്പത്തിരുന്ന് വറ്റി കുറുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നിലത്തേക്ക് വാങ്ങി വെച്ചു. അടുപ്പിൽ നിന്ന് വാങ്ങിയ ഇഞ്ചിക്കറിയിലേക്ക് സ്വല്പം കറിവേപ്പില, പച്ചവെളിച്ചെണ്ണ എന്നിവ ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. നമ്മളെല്ലാ പാചകങ്ങൾക്കും ഉപയോഗിക്കുന്നത് സ്വസ്തിയ എന്ന് പറയുന്ന നമുക്ക് വിശ്വാസമുള്ള നല്ല വെളിച്ചെണ്ണയാണ്. നല്ല രുചിയാണ് ഇത് ചേർത്ത് കഴിഞ്ഞാൽ. ഇത് ഞങ്ങളുടെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. ഇതിലെ പാളിച്ചകൾ നിങ്ങൾ പൊറുക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു ഡിഷുമായി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം.